നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റിയൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയ്ക്കിടയിൽ തട്ടുമുട്ട് ഡ്രില്ലിങ്ങിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട. എനിക്കറിയില്ല, കഴിഞ്ഞ 1.5 വർഷമായിട്ട് മുകളിലെ ഫ്ലോറിൽ പണികൾ തീരുന്നില്ല. വീഡിയോയ്ക്കിടയിൽ ഇതെങ്ങാനും പൊളിഞ്ഞ് ആരെങ്കിലും താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് തരിക, എല്ലാം ക്ലിയർ ചെയ്തിട്ട് ബാക്കി വീഡിയോ തുടരുന്നതായിരിക്കും. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അയച്ചു തരുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. അതേപോലെ തന്നെ റീലാക്കിയിട്ട് അയച്ചു തരുന്ന ആളുകളുണ്ട്. വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ. ആ ഒരു ഇൻ്റർവ്യൂ മുഴുവനായിട്ട് ഞാൻ കണ്ടു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ലൈഫിനെ കുറിച്ചിട്ടുമാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. എന്നാൽ അവസാനത്തെ 5 മിനിറ്റ് ഉണ്ടല്ലോ, 5 മിനിറ്റ് വലിയ സാമൂഹ്യ വിപത്തായിട്ട് മാറുന്ന 5 മിനിറ്റുകളാണ്. അത് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് വളരെ റോങ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് അവരുടെ ഫാൻസും പറയുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്ന ചില മെസ്സേജുകൾ വളരെ റോങ് ആയിട്ട് ആളുകൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ റിയൽ റിയാക്ഷൻ വീഡിയോയിൽ ഒരു മേജർ ടൈം നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. എല്ലാ ദിവസവും നമ്മൾ പല റീലുകൾ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു രീതിയായിരിക്കാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ടീനേജ് സർക്കിളുകളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അവള് ഇപ്പൊ ആർക്കും അറിയാത്ത ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സപ്പോർട്ട്. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് കുഞ്ഞിലെ എന്റെ ലൈഫിലേക്ക് വന്നതാണ്. അതാണ് കേട്ടോ അതിന്റെ മെയിൻ. കാരണം എന്റെ 15 വയസ്സിലെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തൊട്ടേ എന്താ പറയാ, ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ അച്ഛനമ്മമാര് സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ, ഓഫ് സ്ട്രിക്റ്റ്. അപ്പൊ എന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു എന്റെ വീട്ടിലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് എന്റെ കുരുട്ട് സ്വഭാവത്തിന് എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ ഏട്ടനാണ് എന്നെ കുഞ്ഞേ വാവേ മോളെ എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ ഒരു പാമ്പർ ചെയ്ത് കൊണ്ടുവന്ന ആളാ. അപ്പൊ മോർ ദാൻ ഹസ്ബൻഡ് എനിക്ക് എല്ലാ ക്യാരക്ടറുമായിട്ട് എല്ലാമായിട്ട് കണക്ട് ആയി. അച്ഛനായിട്ട് ഏട്ടനായിട്ട് അമ്മയായിട്ട് ഒക്കെ എന്നുള്ള രീതിയിൽ നീ എന്തെങ്കിലും ചെയ്ത് കിട്ടും. ഏട്ടനെ അടിക്കാറുണ്ടായിരുന്നു. ഭർത്താവിന് ഒരു പണി കിട്ടിക്കോട്ടെ, അയാൾ ഏറിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണോ? അടി കിട്ടുമായിരുന്നു എന്നൊക്കെ. ഇപ്പൊ 2 ആൾക്കാർ ഏറിപ്പോയി. ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഇങ്ങനെ പറയുമോ? അല്ല, കിട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പറയുമോ? 15 വയസ്സിലെ പ്രണയം, അതിനെ കുറിച്ചിട്ട് തന്നെ ആദ്യം പറയാം. ഈ പ്രായവും പക്വതയും ഒന്നും തമ്മിൽ വലിയ ബന്ധമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് ഈ പ്രായം വെച്ചിട്ട് പക്വത അളക്കാൻ പറ്റത്തില്ല. തീരെ പക്വതയില്ലാത്ത 10, 60 കഴിഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ കളവന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രായം പക്വതയായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് പക്വതയുള്ള ഒരു പ്രായം എപ്പോഴാണ്? അതിനും പ്രത്യേകിച്ച് വലിയ കണക്കൊന്നുമില്ല. എന്നാലും ഞാൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക്, എൻ്റെ സറൗണ്ടിങ്സിലുള്ള ടീനേജേഴ്സിന് കൊടുക്കുന്ന ഒരു സജഷനുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തോ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു രേഖയുടെ സൈഡിലോ ഗാർഡിയൻ പേരൻ്റ് എന്ന് എഴുതുന്ന കോളം ഉള്ളിടത്തോളം കാലമെങ്കിലും നമ്മൾ ആ ഒരു ഗൈഡൻസിൽ പോകുന്നതാണ് നല്ലത്. ഇനിയിപ്പം വീട്ടിൽ ടോക്സിക് പാരൻറ്റിംഗ് ആണ്, അവരുടെ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തോന്നുന്നില്ല. ഇപ്പം സ്കൂളിലെ ടീച്ചേഴ്സിനെ ആശ്രയിക്കാം. ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ടീച്ചറിനോട് ചോദിക്കുക, ഒരു മടിയും കൂടാതെ ചോദിക്കുക. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. അതേപോലെ തന്നെ കൗൺസിലിംഗ് വിഭാഗമൊക്കെ ഉണ്ട് സ്കൂളിൽ, അവരെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പക്ഷേ ഈ 15 വയസ്സിൽ നിങ്ങൾക്ക് വീട്ടിലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻറ്റിങ്ങിൽ നിന്ന് മോചനം നൽകാനായിട്ട് വരുന്ന ഒരാളെ ജീവിത പങ്കാളിയാക്കുന്ന അല്ലെങ്കിൽ വരുന്ന ഒരാളിൽ അഭയം പ്രാപിക്കുന്ന ആ ഒരു പ്രണയം അത്ര പക്വതയുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ക്രൈമിലേക്ക് വരെ പോകാൻ സാധ്യത ഉള്ള ഒരു സംഗതിയാണ് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പുരുഷൻ പ്രണയിക്കുക എന്നുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ ഡിസ്കഷനുള്ള ഒരു ഏരിയയാണ്. 15 വയസ്സുള്ള പെൺകുട്ടി, 16 വയസ്സുള്ള പെൺകുട്ടി, 17 വയസ്സുള്ള പെൺകുട്ടി, അവരുമായിട്ടുള്ള പ്രണയം. ആ ഒരു പ്രണയത്തിന് ഒടുവിൽ പ്രണയിച്ചയാൾ പോക്സോ കേസിൽ അകത്ത് പോകുന്ന ചില സീൻസ് കഴിഞ്ഞിടയ്ക്ക് അധികം വാർത്താ പ്രാധാന്യം നേടേണ്ട ആവശ്യമില്ല. നേടാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ അത് വേറെ ഡിസ്കഷനിലേക്ക് പോയേനെ. ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി എക്സാം കഴിഞ്ഞിട്ട് വന്ന് അദ്ദേഹത്തിന് പ്രണയം തോന്നിയ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു. ആ പയ്യനും എനിക്ക് തോന്നുന്നു വലിയ പ്രായമൊന്നുമില്ല. പ്രണയം തോന്നിയ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലെ CCTV ക്യാമറയൊക്കെ പെൺകുട്ടി ഓഫ് ചെയ്തു. അങ്ങനെ പയ്യൻ വീട്ടിലേക്ക് വരുന്നു, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് ഈ സെക്സൊക്കെ എന്നാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ, ആ ഒരു പ്രായമാണല്ലോ, കൊതുകുള്ളൊരു പ്രായമാണ്. അങ്ങനെ ആ ഒരു സമയത്ത് പെൺകുട്ടി പാനിക്കായിട്ട് ബോധരഹിതയാവുന്നു. പയ്യൻ പേടിച്ച് ഇറങ്ങി ഓടുന്നു. അപ്പം മാതാപിതാക്കൾ വന്നപ്പോഴത്തേന് നൂടൊക്കെ ആയിട്ട് കിടക്കുന്ന മകളെയാണ് കണ്ടത്. ആകെ മൊത്തം അവർ ഭയങ്കരമായിട്ട് പാനിക്ഡായി. അപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നു. പീഡനമൊന്നും നടന്നിട്ടില്ല. കുട്ടി പേടിച്ചിട്ട് പറഞ്ഞത് വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കയറി തന്നോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. പോലീസ് വരുമല്ലോ, സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് പോലീസ് വരും. പോലീസ് അന്വേഷിച്ചപ്പോഴത്തേന് കുട്ടി തന്നെയാണ് ആ പയ്യനെ വിളിച്ച് അകത്ത് കയറ്റിയത്. പക്ഷെ അത് അതൊരു കൺസെൻ്റ് അല്ല. മൈനറാണ് കുട്ടി. നിയമത്തിന് മുൻപിൽ അയാൾ അകത്താവും. പോക്സോ കേസിൽ ആ ഒരു പയ്യൻ അകത്താവും. അതൊരു വലിയ ട്രാപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തൊട്ട്
ഈ കുട്ടിയുടെ മാനസികാവസ്ഥ വരെ നമ്മൾ കണക്കിലാക്കേണ്ടതുണ്ട്. 15 വയസ്സുള്ള ഒരാൾക്ക് എന്ത് പക്വത ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് ബോധം ഉണ്ടാവും? 15 വയസ്സിൽ ഒരു 5-6 വർഷമൊക്കെ നമുക്ക് ബോധം ഉറച്ചിട്ടുള്ളൂ. ബാക്കി സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല, നമ്മൾ കുട്ടികളാണല്ലോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരാളിലേക്ക്, ജീവിത പങ്കാളി എന്നുള്ള രീതിയിൽ ഒരാളിലേക്കൊക്കെ സ്വയം ഡിസിഷൻ എടുത്ത് ചേരുന്നത് അത്ര നല്ല പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇനി ബാക്കി ഭാഗത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും ചെയ്ത് അടി കിട്ടും, ഏട്ടനെ അടിക്കാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഇത് കംഫർട്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളതല്ല ഞങ്ങളുടെ ഇടയിൽ. മോർ ലൈക്ക് ഫ്രണ്ട്, ഫാമിലി, എല്ലാം കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു വ്യക്തി. നമുക്ക് എത്ര ഇപ്പൊ ഞാൻ പറയാട്ടിന്റെ അടുത്ത് നാളെ ഫ്യൂച്ചറിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞാലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ ഞങ്ങൾ തമ്മിലുള്ള കോൺടാക്ട് അവിടെ നിൽക്കും. ഒരിക്കലും അങ്ങനെ വിട്ടു പോകാൻ പറ്റില്ല. ഏട്ടൻ എന്നെ അടിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വേറൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15 വയസ്സുള്ള പെൺകുട്ടി എന്തിനാണ് വിചാരിക്കുന്നത് ഏട്ടൻ എന്നെ അടിക്കുന്നത് ഞാൻ നന്നാകാൻ വേണ്ടിയാണ് എന്നുള്ളത്? ഈ 15 വയസ്സുള്ള പെൺകുട്ടി അടിച്ച് നന്നാക്കാനായിട്ടുള്ള പക്വത അയാൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ പിള്ളേരെല്ലാം ഒരു പുസ്തകം പഠിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്, ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരേ തരത്തിലുള്ള പേരൻറ്റിങ് കിട്ടുന്ന ആൾക്കാരാണ്. അതിലെങ്ങനെയാണ് ഈ പെൺകുട്ടികൾ മാത്രം തല്ല് കൊള്ളപ്പെടാൻ വിധിക്കപ്പെട്ട ആൾക്കാരും ആൺകുട്ടികൾ മാത്രം തല്ലി പഠിപ്പിക്കാനായിട്ട് കഴിവുള്ള ആളുകളായിട്ട് മാറുന്നത്? എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഈ സമപ്രായക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും എടുത്തു നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 15 വയസ്സുള്ളൊരു പെൺകുട്ടിയും 18 വയസ്സുള്ള ഒരു ആൺകുട്ടിയും എടുത്തു നോക്കുന്ന സമയത്ത് ആൺകുട്ടിക്ക് പെൺകുട്ടിയെ പഠിപ്പിക്കാൻ, തല്ലി പഠിപ്പിക്കാനായിട്ടുള്ള ബോധമുണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ ചില ചെക്കന്മാരുടെയൊക്കെ ബോധം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരമപരാജയമാണ്. ഈ ആനിമൽ, അർജുൻ റെഡ്ഡി, മറ്റേ മൂവിയൊക്കെ കണ്ട് പ്രാന്ത് പിടിച്ചിട്ട് വരുന്ന അവന്മാരൊക്കെയാണ് ഈ 15 വയസ്സുള്ള പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് അവരെ തല്ലി മര്യാദ പഠിപ്പിക്കാനായിട്ട് നടക്കുന്നത്. ഇങ്ങനെയുള്ള പല കണ്ടന്റുകൾ കേട്ട്, ആളുകൾ എക്സ്പീരിയൻസ് കേട്ടിട്ട് 15 വയസ്സുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ കലിപ്പൻ ചേട്ടാ എന്നെ തല്ലുന്നത് ഞാൻ നന്നാവാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് നമ്മുടെ പെൺപിള്ളേർക്ക് ഇങ്ങനെ ഒരു തോന്നൽ തോന്നുന്നത്? ഞാനൊരു ബോധമില്ലാത്തോളാണ്, എനിക്ക് പേരൻറ്റിംഗ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് ഏട്ടായുടെ അടുത്ത് നല്ല തല്ല് കിട്ടേണ്ടതാണ്. എങ്ങനെയാണ് അവർക്കത് തോന്നുന്നത്? ആൺകുട്ടികൾക്ക് അങ്ങനെ തോന്നാറില്ലല്ലോ. എനിക്ക് പ്രോപ്പർ പേരൻറ്റിങ് കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിൽ സ്ട്രിക്റ്റ് പേരൻറ്റിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ ഒരു 2 വയസ്സ് മൂത്ത ഒരു ചേച്ചിയെ പ്രണയിച്ചിട്ട് ആ ചേച്ചിയുടെ അടുത്തും തല്ല് കൊള്ളാം. എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് തോന്നാത്തത്? അതിന് അമ്മർക്ക് നന്നാവണ്ടേ, അമ്മർക്ക് ബോധം വേണ്ടേ, അമ്മർക്ക് കെയർ വേണ്ടേ, പാമ്പറിങ് വേണ്ടേ? പെൺകുട്ടികളെ വളർത്തി വെക്കുന്ന കണ്ടീഷനിങ് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. ഇത് വീട്ടിലെ പേരൻറ്റിങ്ങിൽ നിന്നുണ്ടാവുന്നതാണ്. പെൺകുട്ടിയല്ലേ, അവള് ബോധമില്ലാത്തവള്. ആൺകുട്ടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്, അവന് ബുദ്ധിയുണ്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടികൾ പുറത്തൊരു പ്രണയത്തിലേക്കൊക്കെ പോയിട്ട് കാന്താരിയായി മാറി ഏട്ടൻ്റെ തല്ല് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. 15 വയസ്സിലെ പ്രണയമൊക്കെ ഭയങ്കര പ്രോബ്ലമാറ്റിക്കാണ്. അത് തല്ലുകൊള്ളുന്ന പ്രണയം. ഈ കഴിഞ്ഞ ദിവസം മിഥു മുരളി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. വലിയ ജനരോഷമൊക്കെ ഉണ്ടായി. ആത്മഹത്യയുടെ കാരണം ബ്രേക്കപ്പാണ്, ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വലിയ ജനരോഷം ഉണ്ടായി. പിന്നീട് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയ എന്താണ്? അയാൾ ഭയങ്കര ടോക്സിക് ആയിരുന്നു, എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അയാളുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടേണ്ടി വന്നു, പെൺകുട്ടിക്ക് അച്ഛൻ ജ്യേഷ്ഠനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണുങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ചു, അയാൾ ഭയങ്കര കൺട്രോളിങ് ആയിരുന്നു, കുട്ടി അത് നോർമലാണെന്ന് വിചാരിച്ച് മുന്നോട്ടേക്ക് പോയി. സിറ്റുവേഷൻ വളരെ വേസ്റ്റ് ആയപ്പോഴാണ് ഇദ്ദേഹം ഇത് തിരിച്ചറിയുന്നത്. അപ്പോൾ പെൺകുട്ടിക്ക് കുറച്ചും കൂടെ പക്വത ഉണ്ടായിരുന്നു, അയാൾ ഒരു ഡിസിഷൻ എടുത്തു, പക്ഷേ മറ്റേ ആൾക്ക് അത് താങ്ങാൻ പറ്റിയില്ല, അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്ര പക്വതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ ഒരു പെൺകുട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കപ്പിൻ്റെ സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന, കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന തരത്തിൽ മാത്രം പക്വതയുള്ള ഒരാളാണ് ആ പെൺകുട്ടിയെ തല്ലി പഠിപ്പിക്കാനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീനേജ് പ്രണയങ്ങളിൽ, ഇപ്പം ഈ ചാനലിൽ ഒത്തിരിയധികം ടീനേജേഴ്സ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ടീനേജ് പ്രണയങ്ങളിൽ നിങ്ങളുടെയൊക്കെ കലിപ്പൻ ചേട്ടന്മാർ നിങ്ങളെ തല്ലാനായിട്ടോ പഠിപ്പിക്കാനായിട്ടോ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സജഷൻ എന്നുള്ള രീതിയിൽ അയാൾക്ക് എന്തെങ്കിലും പറയാമെന്നുള്ളതല്ലാതെ അയാൾ ആരും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആവേണ്ട ഒരാവശ്യമില്ല. ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു വ്യക്തി. നമുക്ക് എത്ര ഇപ്പൊ ഞാൻ പറയാട്ടിന്റെ അടുത്ത് നാളെ ഫ്യൂച്ചറിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞാലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ ഞങ്ങൾ തമ്മിലുള്ള കോൺടാക്ട് അവിടെ നിൽക്കും. ഒരിക്കലും അങ്ങനെ വിട്ടു പോകാൻ പറ്റില്ല. അത് ഏട്ടനായിക്കോട്ടെ, ഏട്ടന്റെ ഫാമിലി ആയിക്കോട്ടെ, ഒക്കെ അങ്ങനെയാ. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ വീട്ടിലേക്കാളും ഏട്ടന്റെ വീട്ടിലാണ് എന്റെ എല്ലാ കുരുത്തുക്കളും അംഗീകരിക്കുക. ഏട്ടന്റെ വീട്ടിലാണ്, എന്റെ വീട്ടിൽ അപ്പൊ കിട്ടുമടി, ഏട്ടന്റെ വീട്ടിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇത് അതിനേക്കാളും വലിയ ക്യൂട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഗാർബേജ് ഞാൻ സ്ഥിരമായിട്ട് പല റീലുകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനൊരു കുരുത്തം കെട്ട പെൺകുട്ടിയാണ്, ഏട്ടൻ എനിക്ക് എല്ലാ ഫ്രീഡവും തരും, എൻ്റെ കുരുത്തക്കേടുകളൊക്കെ അംഗീകരിക്കും, എൻ്റെ വീട്ടിൽ കിട്ടാത്ത ഫ്രീഡം ഇവിടെ ഉണ്ട്. കുരുത്തക്കേടാണ്, കൊള്ളത്തില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ചെയ്യാൻ വേണ്ടി പോണത്? ആദ്യം ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഞാനൊരു കുരുത്തക്കേട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളാണ്. കുരുത്തക്കേട് എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റുമുള്ള അധ്യാപകരായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആളുകളെ പോലും ബഹുമാനിക്കാത്ത തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ കുരുത്തക്കേട് എന്ന് പറയുന്നത്? ഗുരുത്വക്കേട് അങ്ങനെയല്ലേ അതിന് പറയുന്നത്? അങ്ങനെ എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് അഭിമാനിക്കാൻ പോകുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്,
സ്വയം ഭയങ്കരമായിട്ട് ലോ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടല്ല ആ കമൻറ്റ് പറയണത്. ഇങ്ങനെ പറയുമ്പോഴത്തേന് ക്യൂട്ടികൾ മറ്റേ റൂട്ട് മാറ്റും. അവർ പറയും അങ്ങനെയല്ല കേട്ടോ, എൻ്റെ ചില കുറുമ്പുകൾ, എൻ്റെ ചില കുസൃതികൾ അതൊരിക്കലും റോങ് ആയിട്ടുള്ളൊരു കാര്യമല്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വലിയ പ്രശ്നമില്ലാത്ത സംഗതികളാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിനുവേണ്ടി തല്ലുകൊള്ളുന്നതും, എന്തിനാണ് അതിനുവേണ്ടി മറ്റുള്ള ആൾക്കാരോട് പെർമിഷൻ ചോദിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങ് ചെയ്താൽ പോരെ. ചുമ്മാ ഒരുമാതിരി കാന്താരികളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഡയലോഗുകൾ, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, കുരുത്തക്കേടെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ തല്ലും തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് കുരുത്തക്കേടെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. എന്തിനാണ് ഇങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് മറ്റേ റൊമാൻറ്റിക് ഗാർബേജ് ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നത്? അതെ, അപ്പൊ അതൊരു വലിയ, ഇപ്പൊ അവള് പറഞ്ഞ പോലെ അടി എന്ന് പറഞ്ഞാല് നല്ലോണം എൻ്റെ അടുത്ത് അടിയും കിട്ടിയിട്ടുണ്ട്. നല്ലോണം അടി കിട്ടിയ സമയത്തും അതെന്നെ ഒരു ഭാര്യ, എന്നെ ഒരു ഭർത്താവാണ് അടിച്ചത്, എന്നെ ഒരു ആണാണ് അടിച്ചത് എന്നുള്ള ഒരു ഫോക്കസിലൊക്കെ, അത് ഇതിപ്പോ ഞാൻ പബ്ലിക്കിൽ പറയുമ്പോൾ എന്താ ഒന്നും അറിയില്ല, പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയണം. അപ്പോ അത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഇതൊരു ഭാര്യ എന്നെ ഭർത്താവായിട്ടാണ് കാണുന്നത് വെച്ചാല്, അല്ലെങ്കിൽ അവളെന്റെ, ഞാനൊരു ഭാര്യനെ തല്ലി ഭർത്താവ് എന്നുള്ള രീതിയാണെങ്കിൽ പോലും, അങ്ങനെയുള്ള ഒരു സാധനമാണെങ്കിലും ഇതിന് ആ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല. അഭിമാനത്തോടെയാണ് പറയുന്നത് നല്ലോണം കിട്ടാറുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് ഭാര്യനെ തല്ലി എന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ട, എനിക്ക് തല്ലാനൊരു പെർമിഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു മറ്റേ ചേച്ചി പറഞ്ഞ പോലെ ഏട്ടനായിരുന്നു, അച്ഛനായിരുന്നു, തല്ലാൻ പെർമിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആർക്കും തല്ലാനൊന്നും പെർമിഷനൊന്നുമില്ല. വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. ആ ഒരു സ്ത്രീയെക്കാളിലും എന്ത് മികച്ച നോളജാണ്, അല്ലെങ്കിൽ എന്ത് മികച്ച സംഭവമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് തല്ലി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി? അല്ല, നിങ്ങൾക്ക് തല്ലി പഠിപ്പിച്ച് രൂപപ്പെടുത്തി എടുക്കേണ്ട തരത്തിലുള്ള ഒരാളെ എന്തിനാണ് ലൈഫിലേക്ക് ചൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ അത്ര തന്നെ പക്വതയുള്ള ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടിയാൽ പോരായിരുന്നോ? എന്തിനാണ് നമ്മൾ വെറുതെ സഹജീവികളെ വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നത്? നിങ്ങൾ പക്വതയുള്ള ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തല്ലേണ്ട ആവശ്യം വരത്തില്ലല്ലോ. ഒരാളെ തല്ലുക എന്ന് പറയുന്നത് ഇപ്പം മതപരമായിട്ട് എടുത്ത് നോക്കിയാലും, ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാലും, കർമ്മത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ഏറ്റവും മോശമായിട്ടുള്ള ഒരു കർമ്മമാണ്. ആ ഒരു കർമ്മത്തിന് കാരണമാവുന്ന ഒരു കാര്യം എന്തിനു ചെയ്യുന്നു? തല്ലുക, അത് കിട്ടിയതിൽ അഭിമാനം കൊള്ളുക. ഇതൊക്കെ കേൾക്കുന്ന കുറെ കാന്താരിമാരുണ്ട്. ഓ, ഏട്ടായി എന്നെ തല്ലും, ഏട്ടായി തല്ലുന്നത് ഭയങ്കര റൊമാൻറ്റിക്കാണ്, ഏട്ടായി തല്ലുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു ഏട്ടായിക്ക് നിങ്ങളെക്കാളും വലിയ കഴിവൊന്നുമില്ല. അങ്ങനെ നിങ്ങളെക്കാളും വലിയ കഴിവുള്ള ഒരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒപ്പം കഴിവുള്ള ഒരാളെ കൂട്ടിയാൽ മതി. അങ്ങനെയാണ് പാർട്ണർഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളെക്കാളും വലിയ കഴിവുള്ള ഒരാൾക്ക് അയാളുടെ കഴിവുള്ള ആളെ കിട്ടിക്കോളൂ. നിങ്ങളുടെ ഒപ്പം ഉള്ള ആൾക്കാർ നോക്കുന്നതാണ് നല്ലത്. എന്തിനാണ് വെറുതെ തല്ലൊക്കെ വാങ്ങിച്ചിട്ട്? ഇനിയിപ്പോൾ തല്ലിയിട്ട് നിങ്ങൾ നന്നായില്ലെങ്കിലോ, നിങ്ങൾക്ക് തല്ല് കിട്ടിയിട്ട് അയാളുടെ കഴിവിലേക്ക് നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിലോ എന്നെ അവർ കൊല്ലുമോ? അങ്ങനെ കുറേ കേസുകളുണ്ട്. പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തതുകൊണ്ട് വേറെ വലിയ ക്രൈമിലേക്ക് പോകുന്ന സംഗതികളുണ്ട്. ഇതിൻ്റെ താഴെ മറ്റേ ഇവരുടെ ഫാൻ സമൂഹം അയ്യോ വാട്ട് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മളവിടെ എനിക്ക് ചിലപ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ അനിയന്മാരെ തല്ലും. തല്ലുക മീൻസ് അങ്ങനെ അടിച്ച് അങ്ങനെയല്ല. അതെ, അതാണ് അങ്ങനെയാണ്. അപ്പോ അത് നമ്മള് ഞാൻ ഒരു പ്രായം തൊട്ട് എനിക്ക് കുറെ കുഞ്ഞു മക്കളും എല്ലാവരും ഇടയിൽ ഞാനൊരു മാസ്റ്റർ പോലെ നിൽക്കുന്നതാണ്. അപ്പൊ എനിക്ക് ചില കാര്യങ്ങളിൽ റോക്കി ഭായ് പറഞ്ഞ പോലെ കർണക്കുറ്റിക്കിട്ട് 2 എണ്ണം കിട്ടണമായിരുന്നു, എനിക്കൊരു മഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുള്ള സംഭവമാണോ? അതേപോലെ തന്നെ മാസ്റ്റർ ആൻഡ് സ്ലേവ് അങ്ങനെ വല്ലതും ആണോ? എങ്ങനെയാണ് അയാൾക്ക് വീട്ടിലെ മൂത്ത കിഡായതുകൊണ്ടും അല്ലെങ്കിൽ ആൺകുട്ടി ആയതുകൊണ്ടും ഒരു തോന്നലുണ്ടായത് കുഞ്ഞുമക്കളെയൊക്കെ തല്ലാനായിട്ടുള്ള റൈറ്റ് ഉള്ള ഒരാളാണ് ഞാൻ, എനിക്ക് അത്രമാത്രം ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്? എങ്ങനെയാണടി അങ്ങനെ തോന്നുന്നത്? ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് കുഞ്ഞ് അനിയത്തിമാരൊക്കെ ഉള്ളപ്പോൾ അവരെ ഏട്ടൻ എന്നുള്ള രീതിയിൽ ഞുള്ളും പിച്ചുമൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കിപ്പോഴും ഭയങ്കര വേദനയാണ് അത് ഓർത്തിട്ട്. എന്തൊരു മോശ സ്വഭാവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ചില സമയത്ത് എനിക്ക് ഭയങ്കര വേദന തോന്നാറുണ്ട്. അതൊരു പ്രായം വരുമ്പോഴത്തേന് ഞാൻ കുറേ വായിച്ചും പഠിച്ചും ഒക്കെ മനസ്സിലാക്കിയ കാര്യമാണ്, നമുക്കങ്ങനെ ആരും തല്ലാൻ റൈറ്റില്ല. നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക നമ്മൾ മികച്ച ആൾക്കാരാണ്, എല്ലാവരും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാരാണ് എന്നുള്ളത്? ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രായ ഡിഫറൻസ് ഒന്നുമില്ല. ആണെന്ന് പറയുന്ന ഒരൊറ്റ പ്രിവിലേജ് കൊണ്ടും മൂത്ത ഏട്ടൻ എന്ന് പറയുന്ന ഒറ്റ പ്രിവിലേജും കൊണ്ടാണ് അയാൾ തല്ലാനും തിരുത്താനും ഒക്കെ പോകുന്നത്. അതിനകത്ത് തല്ല് വേണ്ടെന്നേ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ മൂത്ത കുട്ടികൾ ഇളയ കുട്ടികളെ തല്ലുന്നതൊക്കെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. തല്ല് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടേ, അത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടിലെ കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം തന്നെ ട്രോമ ബോണ്ടിങ് ആണ്. നമ്മുടെയൊക്കെ അയൽവക്കത്ത് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ കണ്ടിട്ടില്ലേ, കള്ളും കുടിച്ചിട്ട് വന്ന് ചേട്ടൻ ഭാര്യേനെ എടുത്തിട്ടടിക്കും, അവരിറങ്ങി ഓടും, നാട്ടുകാരുടെയൊക്കെ വീട്ടിൽ അഭയം പ്രാപിക്കും. പിറ്റേ ദിവസം രാവിലെ ഈ ഒരു ചേച്ചി എന്ന് ചേട്ടന് ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മുത്തമൊക്കെ കൊടുത്ത് ജോലിക്ക് പറഞ്ഞു വിടും.
അപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്താ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കണ്ടില്ലേ, നല്ല ഫാമിലി. ആ ഒരു ചേച്ചി എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി മോശപ്പെട്ട ഒരാളായി മാറി. പല സ്ത്രീകളും ഈ ഒരു തല്ലും കിട്ടി അതിനുശേഷം വൈകിട്ട് കൊണ്ടിരുന്ന ഭക്ഷണവും കഴിച്ച് രാവിലെ കിട്ടുന്ന മുത്തവും വാങ്ങി അവരുമായിട്ടൊരു ട്രോമ ബോണ്ടിങ്ങിലാണ്. അവർ വിചാരിക്കുന്നത് ഇതാണ് ലൈഫ്, ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് പ്രശ്നം, ഇങ്ങനെയാണ് പോവേണ്ടത്. അയാൾ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, അയാൾ എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് ഉമ്മ തരാറുണ്ട്, മുട്ടായി വാങ്ങിച്ചു തരാറുണ്ട്. ആ ഒരു ട്രോമ ബോണ്ടിങ് ആണ് പലപ്പോഴും കുട്ടികൾക്ക് പേരൻസിനോടുള്ളതും പലപ്പോഴും റിലേഷൻഷിപ്പിൽ കാന്താരിക്ക് കലിപ്പിനോടുള്ളതും ടോക്സിക് ആയിട്ടുള്ള മാരേജ് റിലേഷൻഷിപ്പിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളതും ഭർത്താവിന് ഭാര്യയോടുള്ളതും ഉണ്ട് കേട്ടോ. ചില ട്രോമ ബോണ്ടിങ്ങുകളുണ്ട്. ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഭാര്യയായിരിക്കും, പക്ഷേ ട്രോമ ബോണ്ടിങ് ആയിരിക്കും അവിടെ. ഒരു മാസ്റ്റർ, ഒരു സ്ട്രോങ് ആറ്റിറ്റ്യൂഡ്. പക്ഷെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങി തരും ചെയ്യും. എന്റെ മൈൻഡിൽ അങ്ങനെയൊക്കെ ഒരു സാധനം. പിന്നെ അമ്മ, ഞാനാണ് മൂത്ത മോൻ വീട്ടില്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു എപ്പോഴും ഞാൻ അനിയന്മാരൊക്കെ കൂടുതൽ എടുത്തു കൊണ്ടുവരുന്നതും ചീത്ത പറഞ്ഞതും ഒക്കെ ഞാനാ. എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, എന്റെ അനിയന്മാർ തന്നെ എന്റെ ഫ്രണ്ട്സും. ടീച്ചേഴ്സിന് തല്ലാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ? ഈ ആർജെയൊക്കെ സ്ഥിരമായിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തി വിമർശനങ്ങൾ വാങ്ങുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയെങ്കിൽ അവരോട് റെസ്പെക്റ്റ് കാണിക്കണമായിരുന്നു. വിമർശിക്കുന്ന നമ്മളല്ല അവരെ ബഹുമാനിക്കാത്തത്. ഇങ്ങനെയുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആ ഒരു ഇന്റർവ്യൂവിൽ ഉൾക്കൊള്ളിച്ച് ഇത് ഷെയർ ചെയ്യുന്ന അവരാണ് ശരിക്കും അഭിമുഖം ചെയ്യുന്ന ആളുകളോട് ബഹുമാനം കാണിക്കാത്തത്. ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നേരിടുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റേ പോക്സോ നിയമമൊന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല. കുട്ടികളാണെങ്കിൽ ഫാമിലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നേരിടുന്നത്. എന്തുകൊണ്ടാണ് അവർ അത് നേരിടുന്നത്? പല കുട്ടികൾക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പല കുട്ടികൾക്കും പല ചിന്തകളാണ്. അങ്ങനെയാണ് ആൺകുട്ടികൾ പെരുമാറുന്നത്, അങ്ങനെയാണ് ശരിക്കും പെൺകുട്ടികൾ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പല പെൺകുട്ടികളും ചൂഷണത്തിന് വിധേയരാക്കപ്പെടുന്നത്. അത്രയധികം കണ്ടീഷനിങ് അല്ലേ. പല ആൾക്കാരും ചോദിക്കും ആൺകുട്ടികളെ മാത്രം കുറ്റം പറയണോ, ചൂഷണമൊക്കെ നേരിടുന്നതിൻ്റെ കാരണം പെൺകുട്ടികൾ ഏസ് പറഞ്ഞിട്ടല്ലേ? അതിന് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് എന്നെ തല്ലാറുണ്ടായിരുന്നു എന്നുള്ളത് ഇയാൾ പറഞ്ഞത്. ഇത്തിരി പക്വത ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന തരത്തിലേക്കായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയില്ലായിരുന്നു. എന്നെ തല്ലുമായിരുന്നു എന്നൊന്നും പുറത്ത് പറയത്തില്ലായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്ന അങ്ങനെയാണ്. കുഴപ്പമൊന്നുമില്ല, തല്ലൊക്കെ കൊള്ളേണ്ടതാണ്, കലിപ്പൻ ചേട്ടായി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ ഞാൻ തല്ലൊക്കെ ഏൽക്കേണ്ടതാണ്. അതേപോലെ ഈ മറ്റേ ചൂഷണം അങ്ങനെയൊക്കെ തന്നെ അവർ അങ്ങനെ വിളിക്കുന്നിടത്തൊക്കെ പോവേണ്ടതാണ്. പ്രായമൊന്നും ഇതിനകത്തൊരു ഘടകമല്ല, ഏട്ടായി പറയുന്നതാണ് ശരി, ഏട്ടായിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോവേണ്ടതാണ്. എങ്ങനെയൊക്കെയാണ് മൈനറായിട്ടുള്ള പിള്ളേർ ചിന്തിച്ച് വെക്കുന്നത്. കാരണം അത്രയധികം അതോറിറ്റി കൊടുത്തിരിക്കുകയാണ് ആൺകുട്ടികൾക്ക്. അതും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ആ ഒരു അഭിമുഖത്തിൽ നിന്ന് അത് കട്ട് ചെയ്ത് ഒഴിവാക്കി അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ പറഞ്ഞാലും ഇങ്ങനെയുള്ളൊരു ഭാഗം കിട്ടിയതുകൊണ്ട് നമുക്കിതുപോലുള്ളൊരു ഡിസ്കഷന് അവസരമുണ്ടായി. അടുത്ത ആഴ്ച കൂടുതൽ റീലുകളുമായി പഴയ പോലെ തന്നെ നമ്മുടെ റീൽ റിയാക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി.